കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽചാട്ടം അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരിശോധന നടത്തും. ജസ്റ്റിസ് CN രാമചന്ദ്രൻ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് ഉച്ചയോടെ ജയിൽ സന്ദർശിക്കുക. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ. റീജിത്തെ, ഇതിൽ പോലീസിന്റെയും ജയിൽ വകുപ്പിന്റെയും അന്വേഷണം നടക്കുന്നുണ്ട്. അതിന് പുറമെയാണ് സർക്കാർ നിയോഗിച്ചിട്ടുള്ള വിദഗ്ധ സമിതിയുടെ കൂടി അന്വേഷണം ആരംഭിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ സമിതി എത്തും. ജസ്റ്റിസ് CN രാമചന്ദ്രൻ, മുൻ സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള ജേക്കബ് പുന്നൂസ് എന്നിവരാണ് ഉച്ചയോടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തുക. ഇതിൽ പ്രധാനമായും ഇവർ അന്വേഷിക്കുക എങ്ങനെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്, അതിലുണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ച എന്താണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഈ സമിതി പൂർണ്ണമായും അന്വേഷിക്കുക. അതിനുശേഷം സർക്കാരിൽ റിപ്പോർട്ട് നൽകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾ, അതോടൊപ്പം ജയിൽ ചട്ടം ഉൾപ്പെടെയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമോ എന്ന കാര്യത്തിൽ സർക്കാർ ഈ റിപ്പോർട്ട് പരിഗണിച്ചായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ പരിശോധനയ്ക്ക് ശേഷം ഇവർ വിയൂർ ജയിലിൽ കൂടി പോകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഗോവിന്ദച്ചാമി വിയൂർ ജയിലിലാണുള്ളത്, അവിടെ കൂടി പോകും. ഇന്ന് പക്ഷേ കണ്ണൂർ സെൻട്രൽ ജയിലിലായിരിക്കും ഈ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള സന്ദർശനവും പരിശോധനയും ഉണ്ടാവുക. അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ, ഈ ജയിൽ ചുമതലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ അവരോട് കാര്യങ്ങൾ ചോദിച്ചാൽ അവരുടെ വിവരശേഖരണം ഉൾപ്പെടെ ഉണ്ടാകും എന്നുകൂടി മനസ്സിലാക്കുന്നു. എന്തായാലും ഇന്ന് ഉച്ചയോടെ ഈ സമിതി കണ്ണൂരിൽ എത്തിച്ചേരും. അതിനുശേഷം സെൻട്രൽ ജയിലിലെത്തി പരിശോധനകൾ ആരംഭിക്കും. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.